ഗായ്സ്, തൃശ്ശൂരും പാലക്കാടും ഈ ഒരു ഹൈവേ അടിപൊളിയാണ് കേട്ടോ. ഓ, പാലക്കാട്ടുകാരുടെ ഭാഗ്യം, ഇതിലെപ്പോഴും പോയി വരാലോ. പുതിയ കുതിരാൻ്റെ പുതിയ തുരങ്കം ഓപ്പൺ ആയിട്ടുണ്ട്. ഗായ്സ്, ഈ RCയുടെ ഈ ഒരു ലുക്കിനെ വെല്ലാൻ ഇപ്പോഴത്തെ ലുക്കിനായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇറങ്ങുന്നത് പുതിയ RC200 ആണോ, അതോ ഈ മോഡൽ ഇറങ്ങുന്ന ഈ ഒരു വണ്ടിയായിരുന്നോ? വൈൽഡ് ആനിമൽസ് ഒന്നും വരില്ല. ഓ, ഇനി ബാൽക്കണി ആണ് ഗായ്സ്. എൻ്റെ പൊന്നു, താഴേക്ക് നോക്ക്. ഓ, എന്ത് നല്ല കാറ്റ്. അപ്പോൾ ഗായ്സ്, ഈഗിളിന് ഹൊറർ മൂവി കാണാൻ വേണ്ടി കയറണമെന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ കയറാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ കയറാൻ പോവാണ് ഞങ്ങൾ. ടിക്കറ്റ് എടുത്തു 300 രൂപ. പിന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ റൈഡ് മൊത്തം എന്താ പറയുക, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. ഓ, വയലിലേക്കൊക്കെ നോക്കി അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം രാവിലെ ആയതുകൊണ്ട് ഈ വയലിലേക്കൊരു ഫോഗങ്ങ് വന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അതേ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. നമ്മുടെ മിസ്റ്റർ വാണ്ടർലസ്റ്റാണ് മുമ്പിൽ പോകുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് വേഗം എത്താനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഇ പാസോ അതുപോലെ തന്നെ എന്താ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റോ RT-PCR ഒന്നും തന്നെ ഇല്ല കയ്യിൽ. ഇനിയിപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, കുറച്ച് പൈസ കൊടുത്ത് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. കാര്യം നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലൊക്കെ അങ്ങനെ നടക്കുകയുള്ളൂ. അവർക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, പൈസ തന്നെ കിട്ടണം. നമ്മൾ ലാസ്റ്റ് ധനുഷ്കോടി വ്ളോഗിലും ഇതേപോലെ തന്നെയായിരുന്നു. നമ്മൾ ഇ പാസ് കാര്യങ്ങളൊക്കെ എടുക്കാത്തത് കൊണ്ട് പൈസ കൊടുക്കേണ്ടി പൈസ അവർ കിട്ടാൻ വേണ്ടി കുറേ കളിച്ചായിരുന്നു. അപ്പോൾ ആ അവസ്ഥയാണ് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ വലിപ്പിച്ച് നിർത്തും അവിടെ. ഈവൻ നമ്മുടെ അടുത്ത് RT-PCR ഉണ്ടെങ്കിലും ഇ പാസ് ഉണ്ടെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിപ്പിച്ച് നിർത്തും. അപ്പോൾ നമ്മളിതൊന്നും നോക്കുന്നില്ല, നേരെ പോവാണ്. ബാക്കിയുള്ള എല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് പോകുന്നത്. എന്തായാലും കൊടൈക്കനാൽ എത്തണം, ആ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. ആണോ? ഓ, നല്ല സ്ട്രെച്ചല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ അച്ചൂട്ടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ രാവിലെ ഇപ്പോൾ ഏകദേശം എത്ര മണി ഉണ്ടാവും? ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത് 6:30 അല്ലേ? അപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വെച്ച് പിടിച്ച് നമ്മൾ വേഗം ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളിന്നൊരു ഞായറാഴ്ചയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഞായറാഴ്ച കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് ഭയങ്കര സീനാണ്. ഇന്ന് ഞായറാഴ്ച ലോക്ക്ഡൗണൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയും ബോർഡർ ഇറക്കണം. ഗായ്സ്, തൃശ്ശൂരും പാലക്കാടും ഈ ഒരു ഹൈവേ അടിപൊളിയാണ് കേട്ടോ. ഓ, പാലക്കാട്ടുകാരുടെ ഭാഗ്യം, ഇതിലെപ്പോഴും പോയി വരാലോ. ഭയങ്കര രസം. എന്തെല്ലാം റോഡാ, കിടില റോഡും. ഗായ്സ്, ചെറിയ പോസ്റ്റ് കിട്ടി മുമ്പിൽ. എന്തിനാണെന്നറിയില്ല, കുറച്ച് നേരമായിട്ട് പിടിച്ചിട്ടേക്കാണ്.
കുറച്ച് ടൈമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. കണ്ടോ ബാക്കോട്ട് മുമ്പോട്ട് നിറച്ച് വണ്ടിയായിട്ടുണ്ട്, നല്ല ബ്ലോക്കായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നല്ല വിലപ്പെട്ട സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണോ ആവോ, കുതിരാൻ്റെ ബ്ലോക്ക് എന്തെങ്കിലും ആയിരിക്കണം. പശു വരെ കടന്നു പോകുന്നുണ്ട്. നമ്മളെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാര്യം ബേക്കറി ഒരു വലിയ പട വരുന്നുണ്ട്. അപ്പോൾ ആ പടേൻ്റെ മുമ്പിൽ പോയാലേ ശരിയാവുള്ളൂ. എന്തത് പൊടീൻ്റെ ഫുള്ള് പൊടിയാണ് ഗൈസ്. എൻ്റെ മോനെ, എന്താ പുതിയ കുതിരാൻ്റെ പുതിയ തുരങ്കം ഓപ്പൺ ആയിട്ടുണ്ട്. പോലീസ് നമ്മൾ ഉദ്ഘാടനം ചെയ്തേ. അങ്ങനെ നമ്മൾ കുതിരാൻ ക്രോസ് ചെയ്തു. ഇനി വേഗം എവിടെയും പോയി ചായ കുടിക്കാനും നിർത്തണം. ഗായ്സ്, ഈ RCയുടെ ഈ ഒരു ലുക്കിനെ വെല്ലാൻ ഇപ്പോഴത്തെ ലുക്കിനായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഈ ഡിസൈൻ എന്ത് ഭംഗിയാ അറിയോ, ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ കാണാനും അതുപോലെ തന്നെ ഇതാ ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ കാണാൻ ഈ വണ്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇറങ്ങുന്നത് പുതിയ RC 200 ആണോ, അതോ ഈ മോഡൽ ഇറങ്ങുന്ന ഈ ഒരു വണ്ടിയായിരുന്നോ? സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ അടിപൊളി കുറേ ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ കാണാനും ഭയങ്കര ഭംഗിയാണ്. അത്ര വലിയ എന്താ പറയുക ബൾക്കി ആയിട്ടുള്ള വണ്ടിയല്ല. ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിയ മുതൽ ഇന്നേ വരെ ഒരേ ഡിസൈൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അന്ന് ഇറങ്ങിയ ആ ഡിസൈൻ ഇന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ആ വണ്ടിയുടെ. അതുപോലെ തന്നെ ഫെയ്ഡ് ആവാത്തൊരു ഡിസൈനാണ്. ഭയങ്കരം തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇനി RC 390 നമ്മുടെ പുതിയ മോഡൽ ഇറങ്ങാൻ പോവാണ്. അതിനും നല്ല ഡിസൈനൊക്കെ ആദ്യം നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെയല്ല, വണ്ടി കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ഇത് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, വടക്കാഞ്ചേരിക്കുള്ള റോഡാണിത്. ഇത് ഈ റോട്ടിൽ കൂടെ പോയാലാണ് വടക്കാഞ്ചേരി എത്തുള്ളൂ. ഇത് എന്തോ ഷോർട്ട് കട്ട് കണ്ടാണ്. ഷോർട്ട് കട്ടല്ല, ഇതാണ് റോഡ്. അത് പണി നടക്കുകയാണ്. അപ്പോൾ ഇതിലേ പോകണം. ബൈക്കുകാരൊക്കെ നടവഴി കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകണം. അപ്പോൾ ഈ കാറുകാരൊക്കെ ഇതിലേ പോവുക. ഇത് സ്റ്റെപ്പൊക്കെ ഇറക്കി പോകണം കേട്ടോ. ഗായ്സ്, ഇങ്ങോട്ട് വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. നിറച്ചും വയലുകളും എന്താ പറയുക, രണ്ട് സൈഡും പച്ചപ്പുള്ള റോഡാണിത്. നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ള റോഡാണ്. നല്ല രസമുണ്ട് രാവിലെ തന്നെ ഇതിൽ വരുമ്പോൾ. കുറേ സൈഡ് നല്ല പച്ചപ്പുണ്ട്, കുറേ സൈഡ് വയലുകളായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീല്. ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കണ്ടില്ലേ, ഭയങ്കര രസം കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. ഗോവിന്ദപുരത്തെത്തി. ഇത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ഇനി ഇവിടെ ചെക്കിങ് ഉണ്ടാവും. എടാ കേരളം വിട്ടു അവിടെ ചെക്കിങ് ഉണ്ടാവും. നമ്മളെപ്പോഴും കേരളം വിട്ട് ഹാപ്പി ആയിട്ട് ഒരു സീനില്ലെന്ന് പറയുമ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റിലായിരിക്കും ചെക്കിങ്. അങ്ങനെ ഗായ്സ്, നമ്മൾ പൊള്ളാച്ചിക്ക് 13 കിലോമീറ്റർ മാത്രം. അപ്പോൾ നമ്മൾ ഏകദേശം പൊള്ളാച്ചി എത്തി. ഇതുവരെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല. ഇനി എനിക്ക് തോന്നുന്നത്
നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നതെങ്കിൽ കൊടയിലേക്ക് തിരിയണതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കുറച്ച് ടാസ്കുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഒബ്സ്റ്റാക്കിൾ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി. അതിന് മുമ്പ് ഏതെങ്കിലും കിട്ടിയാൽ കിട്ടി. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മാരക വൈപാട് ഇതിൽ പോകുമ്പോഴും. ഇതാ മുമ്പിൽ ഇതാ വിൻമില്ല് കാണുന്നുണ്ട്, പക്ഷെ കറങ്ങുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കൂ, ദേ ഇവിടെ പറഞ്ഞാൽ കറങ്ങുന്നു. മെല്ലെ ആട്ടോ കറങ്ങുന്നത്. ഇത് അങ്ങോട്ടൊക്കെ മൊത്തം ഇത് തന്നെ വിൻമില്ല് തന്നെ. നല്ല രസമല്ലേ? ഒരു പ്രത്യേക രസമാണ് വിൻമില്ല് കാണുമ്പോൾ. നമുക്കൊക്കെ പാലക്കാട് സൈഡിലേക്ക് വരുമ്പോഴാണ് ഫസ്റ്റ് ടൈം ഒക്കെ ഇത് കാണുന്നത്. ഇതാ 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 നിറച്ചും വിൻമില്ലായി. അങ്ങനെ ഗായ്സ് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഓ, ഇതെവിടെ സ്ഥലം എന്നറിയില്ല. എന്തായാലും പളനി എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എവിടെ ഫുഡ് കഴിക്കാനൊന്നും കണ്ടില്ലല്ലോ, ഒരു കട പോലും കാണുന്നില്ല. ഇത് നമ്മളന്ന് ധനുഷ്കോടി പോയ പോലെ. ആ അപ്പോൾ ഗായ്സ് ഇതാ പഴനി ഹിൽ ടെമ്പിൾ ആണ് ഇതേ കാണുന്നത്, മേലെ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് പഴനിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് ആ ടോപ്പിൽ കാണുന്നത്. അതിലേക്ക് എങ്ങനെ കയറണമെന്നൊന്നും അറിയത്തില്ല, വേറെ ഏതെങ്കിലും വഴി ഉണ്ടാവും. അപ്പോൾ ഗായ്സ് ഇനി ഇവിടുന്ന് 60 കിലോമീറ്റർ ആണ് കൊടൈക്കനാലിലേക്ക് ഉള്ളത്. ഐ തിങ്ക് ഇത് കൊടൈക്കനാൽ അതാണ് തോന്നുന്നുണ്ട്. ആ ഹില്ല് ഏരിയ ഇതാ ആ മൂടി കിടക്കുന്ന അതാവണം കൊടൈക്കനാൽ. 60 കിലോമീറ്റർ ആയ സ്ഥിതിക്ക് അതായിരിക്കണം. ഇല്ലയെ കണ്ടോ ആ മലകൾ, അതിനകത്ത് ഏതേലുമൊക്കെ ആയിരിക്കണം. വാവ്, ഒരു പ്രത്യേക വൈബ്. ഇത് വേറൊരു ടൈപ്പ് സ്ഥലം കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ തനി നാടൻ ആൾക്കാർ, പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ പോലെ. പുരോഗതി വരാത്ത സ്ഥലം, കുഞ്ഞു കുഞ്ഞു വീടുകൾ എന്ന് വെച്ചാൽ പറ്റ ചെറിയ കുടിലുകൾ. അങ്ങനത്തെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജനജീവിതം. ഓ, നല്ല തണൽ കേട്ടോ. റോഡിൽ നല്ല തണലുള്ള മരങ്ങൾ അങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന, റോഡിനെ കവർ ചെയ്ത് നിൽക്കുന്ന. ഈ ടണലിലേക്കിടൊക്കെ പോണ പോലെയാണ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. നല്ല തണൽ, മരങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ മരങ്ങൾ ഉണ്ടെങ്കിൽ ആ റോഡ് ഭയങ്കര മോശമായിരിക്കും. കേട്ട് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ തടയുമോ നീ? എടാ അവിടെ നിന്ന് വിളിച്ച കേട്ടോ, ചെക്ക് പോസ്റ്റിന്ന് ഹോയിന്ന് വിളിച്ച കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഗോയ്സ് നമ്മൾ പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ അതിൻ്റെ ഒരു എൻട്രിയിലേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോവാം. എന്തായാലും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെ അതെ കയറാൻ പോണ. ഇനി എത്ര ഹെയർ പിൻ ഉണ്ട് കണ്ടറിയോ? ആ, അപ്പോൾ അതാ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പോലീസുകാരൻ കൈ കാട്ടി. ഇതേ അവർ പുറത്തേക്ക് ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ അവർ ഓയിന്ന് വിളിച്ചപ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് പാസ്സായി, കേൾക്കാത്ത പോലെ പോയി. വാ പോവാ, എസ്കേപ്പ് വാ. ഇത് നമ്മൾ വാൽപ്പാറയ്ക്ക് കയറിയ പോലത്തെ ഒരു ചുരം പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. കാര്യം നോക്കി പോയില്ലെങ്കിൽ ഇവിടെ വണ്ടികൾ, കേരള വണ്ടി ബൈക്കുകളൊക്കെ ഇടിച്ചിടുന്നെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത് ടാസ്ക്കാണ് കേട്ടോ. ഇത് വാൽപ്പാറ തന്നെ കേട്ടോ. വാൽപ്പാറ കയറിയപ്പോൾ ഇതേപോലെ തന്നെ സെയിം. നമ്മളീ വാൽപ്പാറയുടെ എത്തിയേ.
അപ്പോൾ ഗായ്സ് നമ്മൾ കയറി അത്യാവശ്യം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ, കിടിലൻ വ്യൂ ഗായ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പായി. നല്ല തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ജാക്കറ്റിൽ ലൈനറും സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഫുള്ള് ക്ലോസ് ആണെങ്കിലും തണുപ്പ് കയറുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് കൊടൈക്കനാലുള്ള ലേക്ക് കേട്ടോ. സിനിമയിലും പാട്ടിലൊക്കെ കാണുന്ന ലേക്കാണിത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാന്ന് പറഞ്ഞു കേട്ടെ. അപ്പോൾ അറിയില്ല, നമുക്കിത് ഒരു RC 390 ആണ്, ടോപ്പ് ബോക്സ് എല്ലാ സാധനമുണ്ട്. എങ്ങനെ എന്താവും അറിയില്ല, എന്തായാലും പോയി നോക്കാം അല്ലേ, പോയല്ലേ? അതെ ആ എന്നാ പോയേക്കാം. എന്റെ പൊന്നെ അടിപൊളി വ്യൂ ആളുകൾക്ക്. യെസ് അപ്പോൾ ഗായ്സ് നമ്മളിവിടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൈബുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഞങ്ങൾ ഇന്ന് ഗസ്റ്റായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഇപ്പോൾ ചൂസ് ചെയ്തിട്ടില്ല, എന്തായാലും നമുക്ക് റൂമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടുത്തെ വ്യൂ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. താഴേക്ക് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വന്ന വഴി എന്താ പറയുക, സൈഡായി. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വരുന്ന വഴിക്കൊക്കെ അടിപൊളിയായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് കുറച്ച് നല്ല ഡാർക്ക് ആയിരിക്കുന്ന വിചാരിച്ചിരുന്നത്. കാരണം കുത്തനുള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ കുത്തനുള്ളതൊന്നും ആയതില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് ഭയങ്കരമായിട്ട്. കാരണം നമ്മളെ ഫ്രണ്ട് ടയർ ഷോക്കാണ്, ശരിക്കും മേടിച്ചു. അതിന് മാത്രമൊന്നും ഇല്ല, നല്ലൊരു അടിപൊളി ഫുൾ വൈബാണ്. അതെ, ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ അടിപൊളിയാണ് കേട്ടോ. ആ അപ്പോൾ നമുക്ക് ബാൽക്കണി വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം ടെൻറ്റും കാര്യങ്ങളും കേട്ടോ. ഇപ്പോൾ ടെൻറ്റ് വേണ്ടവർക്ക് അവർക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ അടിച്ചിടും. അതുപോലെ തന്നെ ഇവിടെ അടിക്കുന്നതായിരിക്കും സേഫ്. വൈൽഡ് ആനിമൽസ് ഒന്നും വരില്ല. ഓ ഇനി ബാൽക്കണി വ്യൂ ആണ് ഗൈസ്. എൻ്റെ പൊന്നു താഴേക്ക് നോക്ക്. ഓ എന്ത് നല്ല കാറ്റ്, അടിപൊളി കാറ്റും ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് താഴേക്ക്. രാവിലെ സൺറൈസ് ഒക്കെ ഇവിടെ നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ പൊന്നെ ഇവിടുന്ന് നമ്മൾ കുളുന്നൊക്കെ പാരച്ചൂട്ടി ചാടിയ സ്ഥലം പോലെ ഉണ്ടല്ലേ, അത്ര ഡെപ്ത് ഉണ്ട്. ഏകദേശം 8,000 ഫീറ്റ്. അമ്പോ നല്ല കാറ്റും. രാവിലെ സമയത്തൊക്കെ ക്ലൗഡിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ലൗഡ് ബെഡ് ഉണ്ടാവും ഇവിടെ രാവിലെ. വീഡിയോസ് അവർ അയച്ചു. അതെ അതെ, ഇവിടുത്തെ വീഡിയോ അയച്ചിരുന്നു. രാവിലെ നിറച്ചും ക്ലൗഡ് ആയിരിക്കും താഴെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ കാണാം. നാളത്തെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. അതെ, എത്ര ചുറ്റിക്കറങ്ങിയാണ് അറിയോ ഇവിടെ എത്തുന്നത്. ഇതുണ്ടോ അതിലിങ്ങനെ നമ്മൾ വന്ന വഴികൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല കാറ്റില്ലേ, ഭയങ്കര തണുപ്പും. ഞാനാണെങ്കിൽ ഹുഡി കാര്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല. എന്റെ അടുത്തത് ഈഗിൾ അടിച്ചു മാറ്റി. അപ്പൊ ഇവിടെ ഇരുന്നൊക്കെ ചായ കുടിച്ചിരിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നോക്ക്, ഓ ഇപ്പുറ സൈഡ് ഒരു അടിപൊളി വ്യൂ ആണ്. ഇത് ഗോപ്രോയിൽ കാണുമ്പോൾ അത്ര ഡീപ്പായിട്ട് കാണില്ല. ഞാൻ ജസ്റ്റ് ഫോണിൽ എടുത്ത് കാണിച്ചു തരാം. വാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ട്രക്കിംഗ് ആയിട്ട് ഇവിടെ ഇല്ല. ഇതൊക്കെ കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ താഴേക്ക് നല്ല ഡെപ്ത് ആണ്. മനസ്സിലാവില്ല. അപ്പൊ ഗോപ്രോയിൽ നോക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്തായാലും ഫോണിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഫോൺ താഴെ കുത്തിയിട്ടേക്കാണ്. വന്നപ്പോഴത്തേനും ചാർജൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഇനി അതിനകത്ത് എടുത്ത് ഈവനിങ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇറക്കാം.
ഓക്കെ ക്ഷീണിച്ച്
അങ്ങനെ ഗായ്സ് നമ്മൾ ചുമ്മാ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഇവിടെ പുറത്തുനിന്ന് കൊടൈക്കനാൽ ടൗണിലൊക്കെ പോയിട്ടൊന്ന് ചുമ്മാ ലേക്കിൻ്റെ അതിലേക്ക് ഒരു എന്താ പറയുക ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗായ്സ് സ്ട്രീറ്റ് ഫുഡാണ് മൊത്തം. നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എടാ ഇത് എന്നാത്ത കാടക്കോഴി. തവളയല്ല കാട. ഇതോ ഇത് കബാബാ? കബാബ് കബാബിന്ന് തുടങ്ങാം. കബാബ് കാണുക ഇവിടെ ഉണ്ട് കേട്ടോ. കബാബ് എത്ര രൂപ? അപ്പോൾ ഗായ്സ് ഈഗിളിന് ഹൊറർ മൂവി കാണാൻ വേണ്ടി കയറണമെന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ കയറാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ കയറാൻ പോവാണ് ഞങ്ങൾ. ടിക്കറ്റ് എടുത്തു 300 രൂപ. ഇതാണ് സംഭവം. പിന്നെ ഇത് കഴിഞ്ഞു. ദിസ് വേ ട്രസ്റ്റ് മീ. ഈഗിൾ ഫ്രണ്ടിൽ പോ. എന്നിട്ടത് ഫ്രണ്ടിൽ പോ. പിന്നെ പോ. അയ്യേ ചതിക്കപ്പെട്ടു. പറ എന്താണ് ഉണ്ടായത്? ക്ലാസ് മേടിക്കാൻ ഞാൻ ഗോസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ കയറി കിടന്നത്. കുലിക്കില്ലേ?